ഓക്കെ, വെൽക്കം ടു പ്രെപ് സ്കെയിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രാമ സെക്ഷനിലെ ഒരു പ്രധാനപ്പെട്ടൊരു ഡ്രാമയാണ്. നമുക്കിതിൽ സെക്ഷനിൽ പഠിക്കാനുള്ള ഡ്രാമകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. മാക്ബത്ത് ബൈ ഷേക്സ്പിയർ, സ്കൂൾ ഫോർ സ്കാൻഡൽ ബൈ ഷെരിഡൻ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് ബൈ ഓസ്കാർ വൈൽഡ്, എ ഡോൾസ് ഹൗസ് ബൈ ഹെൻറിക് ഇബ്സൺ, പിഗ്മാലിയൻ ബൈ ജോർജ് ബെർണാർഡ് ഷോ, Riders to the Sea by J.M. Singh, Waiting for Godot by Samuel Beckett, Death of a Salesman by Arthur Miller, The Glass Menagerie by Tennessee Williams, Nagamandala by the Indian writer Girish Karnad. അപ്പോൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ടൊരു പ്ലേ ആണ് Death of a Salesman by Arthur Miller. So let's start with Death of a Salesman. Okay, Death of a Salesman by Arthur Miller. At first, let's go through some important details about the author. He was born on 17th October 1915 and died on 10th February 2005. He was born in Harlem in New York, in America. His father's name was Isidore Miller. He was a manufacturer of ladies' coats and a successful shop owner before the Great Depression. I hope you people are already familiar with the Great Economic Depression. 1929 മുതൽ തുടങ്ങി 30കളിലൊക്കെ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ പിടിച്ചുലക്കിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ദ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ ആയിരുന്നു നമ്മുടെ ആർതർ മില്ലറിൻ്റെ ഫാദറായിരുന്ന ഇസിഡോർ മില്ലർ. ആൻഡ് ആർതർ മില്ലർ ഹാസ് എ ജൂയിഷ് ഡീസെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ജൂയിഷ് ആയിരുന്നു. മദേഴ്സ് നെയിം വാസ് അഗസ്റ്റ മില്ലർ. He did many jobs. Arthur Miller did many jobs. That includes he delivered bread, he worked as a psychiatric aide, journalist, freelance writing, etc. He worked in automobile warehouse, thus learned the life of simple man in America. Miller was an advocate for the underprivileged people, the sidelined, marginalized people. He belonged to a middle class family and his plays also deal with the middle class life. Miller supported Marxism, the ideologies of Karl Marx and Engels. Thus, he displeased the American government. Because of his communist ideology, he was investigated by the House of the Un-American Activities Committee in 1947. അപ്പം ഒരു തികഞ്ഞ മാർക്സിസ്റ്റ് ഐഡിയോളജി വിശ്വസിച്ച ഒരാളായിരുന്നു ആർതർ മില്ലർ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സർക്കാരിൻ്റെ അന്വേഷണങ്ങൾക്കും പല സംശയങ്ങൾക്കും ഒക്കെ കഥാപാത്രമായിരുന്ന ഒരാളും കൂടിയായിരുന്നു ആർതർ മില്ലർ. Tragedy and the Common Man is Miller's essay. In this essay, he expresses his theory of common man as a fit subject for tragedy. അപ്പോൾ ട്രാജഡിയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ മുതലങ്ങോട്ട് പല എഴുത്തുകാരും പല ചിന്തകരും പല ഡ്രാമറ്റിസ്റ്റുകൾക്കും പല കോൺസെപ്റ്റുകളും ഉണ്ട്. ആർതർ മില്ലറിൻ്റെ അഭിപ്രായത്തിൽ ഒരു കോമൺ മാൻ ആണെന്ത് ഒരു ട്രാജഡിക്ക് പറ്റിയ ആപ്റ്റ് ക്യാരക്ടർ. കാരണം കോമൺ മാൻ ആകുമ്പോഴാണ് അത് ശരിക്കും അപ്പീലിംഗ് ആവുന്നുള്ളൂ. വെൻ വി ആർ ഡീലിംഗ് വിത്ത് ദ ലൈഫ് ഓഫ് ദി എലീറ്റ് ക്ലാസ് പീപ്പിൾ, ഇറ്റ് അപ്പീൽസ് ഓൺലി എ സെക്ഷൻ ഓഫ് ദി കമ്മ്യൂണിറ്റീസ്. ബട്ട് വെൻ വി ഡീൽ വിത്ത് ദ ഇഷ്യൂസ് ഓഫ് എ കോമൺ മാൻ, ദാറ്റ് ഈസ് മോർ യൂണിവേഴ്സൽ ദാൻ ദ ഇഷ്യൂസ് ഓഫ് ദി എലീറ്റ് ക്ലാസ്. ഓക്കെ, സോ ആർതർ മില്ലർ എക്സ്പ്രസ്സസ് ഹിസ് തിയറി ഓഫ് common man as a fit subject for tragedy in his essay Tragedy and the Common Man. In Miller's plays,
The conflict is not between good and evil, but between self-interest and social responsibility. ഓക്കെ, അതായത് സ്വന്തം താല്പര്യങ്ങളും സമൂഹം നമ്മിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് തമ്മിൽ വരുന്ന ക്ലാഷാണ് പലപ്പോഴും കോമൺ മാൻ്റെ കാര്യത്തിൽ ട്രാജഡിയിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളതല്ല ഇവിടെ ശരിക്കും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാരണമായിട്ട് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ക്ലാഷ് ബിറ്റ്വീൻ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നൗ the Great Depression and its impact on individuals' psyche, the economic crisis of America during that time, the jobless young people of the time, the poverty in many middle class families, all these things are major thematic concerns in the drama written by Arthur Miller. Insecurity of man in the modern industrial world. It is a theme in the plays authored by Arthur Miller. It is also a major thematic concern of many contemporary American playwrights. For example, Eugene O'Neill deals with the same theme in his play The Hairy Ape. Jeffrey Mayer was the biographer of Arthur Miller. Matt Wayne was a pseudonym used by Miller. ഒരു തൂലികാനാമമായിട്ട് മില്ലർ ഒരിക്കൽ ഉപയോഗിച്ചിരുന്ന പേരായിരുന്നു മാറ്റ് വെയിൻ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വാസ് ഒറിജിനലി ടൈറ്റിൽഡ് ദ ഇൻസൈഡ് ഓഫ് ഹിസ് ഹെഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. The inside of his head, it was the original title given to the play Death of a Salesman, but later it was titled Death of a Salesman. Now, the major stage plays authored by Arthur Miller. I am not explaining any of them. Let's have just a look at the list of stage plays. No Villain. It was the first play authored by Arthur Miller. A View from the Bridge came out in the year 1955. It is a verse drama. Verse drama means a drama that is written in the form of a poem. All My Sons 1947 published ചെയ്യപ്പെട്ട ഒരു പ്ലേ ആണ്. It deals with capitalism. Influence of Henrik Ibsen is very much visible in this play All My Sons. ടോണി അവാർഡ് ഫോർ ദ ബെസ്റ്റ് പ്ലേ റൈറ്റ്. ഈ ഒരു ഓൾ മൈ സൺസ് എന്ന പ്ലേക്കാണ് ആർതർ മില്ലറിന് ടോണി അവാർഡ് കിട്ടിയത് ആദ്യമായിട്ട്. അതുപോലെ ന്യൂയോർക്ക് ഡ്രാമ ക്രിറ്റിക്സ് സർക്കിൾ അവാർഡ് കിട്ടിയതും ഓൾ മൈ സൺസിന് തന്നെയാണ്. ദെൻ കെയിം ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഇൻ ദ ഇയർ 1949. ആൻഡ് ഫോർ ദിസ് പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഹി വാസ് awarded with Pulitzer Prize. A Memory of Two Mondays. It is an autobiographical play. The Crucible came out in 1953. It was controversial due to communist leaning. ഓക്കെ, ഈ നാടകം ഒരു വിവാദമായി മാറിയിരുന്നു അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിവാദ പുരുഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാർക്സിസ്റ്റ് ലീനിങ് കാരണം. The Man Who Had All the Luck came out in 1944. And this play won him Theatre Guild's National Award. After the Fall is a play written by Arthur Miller in the year 1964. It is also autobiographical, and the autobiographical element is his marriage with Monroe is dealt with as a theme or as a plot in this play After the Fall. Incident at Vichy is another play, came out in 1964. Now, the major characters in the play Death of a Salesman. Willy Loman. He is 61-year-old. So, Willy Loman is the protagonist of the play Death of a Salesman. Willy Loman is the salesman in the play. He is the central character in the play. What is his profession? Willy Loman is a traveling salesman for Wagner firm. He is working for a company. The company's name is Wagner Company or Wagner Firm for the last 34 years.
he thinks that he is inevitable for the firm in the New England territory. അപ്പോൾ അദ്ദേഹം ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ആണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ടെറിട്ടറി, ആ ഒരു ഏരിയ ഏതാണ്? ന്യൂ ഇംഗ്ലണ്ടാണ്. അപ്പോൾ ന്യൂ ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തെ കൂടാതെ ഈ കമ്പനിയുടെ വർക്കിംഗ് അവിടെ സാധ്യമല്ല. ഞാനൊരു ഇനവിറ്റബിൾ പാർട്ട് ഓഫ് ദ കമ്പനിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ആര്? വില്ലി ലോമൻ. വില്ലി സിംബലൈസസ് ദ ക്രുവൽ പാരഡോക്സ് ഓഫ് മോഡേൺ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ആധുനിക, പ്രത്യേകിച്ചും ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമുള്ള ഒരു അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ വില്ലിയെപ്പോലുള്ള കഥാപാത്രങ്ങളുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണ്ണമാകുമെന്ന് കാണിച്ചു തരുന്ന ഒരു കഥാപാത്രമാണ് ഇത് വില്ലി. ഓക്കെ, സോ ദ മോഡേൺ ഹ്യൂമൻ ലൈഫ് ഈസ് വെരി മച്ച് ഡിഫിക്കൾട്ട് എസ്പെഷ്യലി ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ഹി കമ്മിറ്റ്സ് സൂയിസൈഡ് ഫോർ $20,000. അതായത് കൺഫ്യൂഷൻ ഉണ്ടാവും. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കുറച്ചെന്തെങ്കിലും എമൗണ്ട് കിട്ടാൻ കാരണമായേക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹി കമ്മിറ്റ്സ് സൂയിസൈഡ്. ഓക്കെ, ഡിമെൻഷ്യ ഈസ് എ ഡിസീസ് or Willy Loman was suffering from. Okay, it affects brain and nerves. Towards the end of his life, he was suffering from dementia, and out of that, he commits suicide also. Linda Loman, wife of Willy Loman, loves Willy in spite of all his difficulties. Linda Loman is the ഫോഴ്സ് ഓഫ് റീസൺ ഇൻ ദ പ്ലേ. കുറച്ചെങ്കിലും ഒരു റീസണബിൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കഥാപാത്രം ലിൻഡ ലോമൻ ആണ്. വില്ലി ഈസ് ലിവിങ് ഇൻ ഹിസ് ഡേ ഡ്രീംസ്. വില്ലി ഈസ് ലിവിങ് ഇൻ പാസ്റ്റ്. മോറൽ സെൻറ്റർ ഓഫ് ദി പ്ലേ എന്ന് പറയാവുന്ന ക്യാരക്ടറും ലിൻഡ ലോമൻ ആണ്. ഓക്കെ, ഒരു മോറലി വീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വില്ലി ലോമനും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും. അതേസമയത്ത് ഒരു മോറലി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു കഥാപാത്രം ലിൻഡ ലോമനാണ്. ബിഫ് ലോമൻ, അതായത് ലിൻഡ ലോമനും വില്ലി ലോമനും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്കുള്ളത് ആകെ 2 ആൺമക്കളാണ്. ഒന്ന് ബിഫ് ലോമൻ, മറ്റൊന്ന് ഹാപ്പി ലോമൻ. നോക്കുക, ബിഫ് ലോമൻ ഈസ് 34 years old. He is the oldest son of Willy and Linda. Once he was a football player in the high school. Okay, during his school days, Biff was a football star. He got several scholarships, but even now he is 34 years age, but even now he is unable to find himself for the last 14 years. That means he could not establish himself as a promising child in front of his family members. Okay, or he could not find a regular income. He could not find a job. He has just returned home from somewhere in the west. He had gone to the west. അപ്പോൾ ഈ ഗോ ടു ദ വെസ്റ്റ് എന്നുള്ളത് പലപ്പോഴും ഭാഗ്യം തേടി പോകുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പ്ലേക്കകത്ത്. കാരണം ഇനി വരാൻ പോകുന്നൊരു കഥാപാത്രമുണ്ട്, നമ്മുടെ വില്ലി ലോമൻ്റെ ബ്രദർ ബെൻ. അദ്ദേഹം ഇപ്പോൾ ഫിസിക്കലി പ്രസൻ്റ് അല്ല ഡ്രാമയിൽ, പക്ഷേ എങ്കിൽ പോലും വില്ലി ലോമൻ്റെ പകൽ കിനാവുകളിൽ എപ്പോഴും വരുന്ന ഒരു കഥാപാത്രമാണ് ബെൻ. ബെൻ ലോമൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ he went to the west and he grabbed a lot of diamonds. He became richer. ഓക്കെ, അങ്ങനെ പണക്കാരനായി മാറിയ ഒരാളാണ് ബെൻ ലോമൻ, നമ്മുടെ വില്ലി ലോമൻ്റെ ബ്രദർ. അപ്പോൾ അവിടെയും വെസ്റ്റിലേക്ക് പോകുക എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പോകുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഡ്രാമയിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബിഫ് ലോമനും he had also gone to the west, but now he has come back without any kind of success. Towards the end of the play, he comes to terms with reality, unlike his father and brother. അതായത് ഡ്രാമയുടെ അവസാനം ആകുമ്പോഴേക്ക് പോലും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും വില്ലി ലോമൻ റിയാലിറ്റി തിരിച്ചറിയുന്നില്ല. സോ ഹി ഫെയിൽസ് ടു റിയലൈസ് ദ റിയാലിറ്റി ആൻഡ് കമ്മിറ്റ് സൂയിസൈഡ്. അതുപോലെ ബിഫ് ലോമൻ്റെ അനിയനാണ് ഹാപ്പി ലോമൻ. അവനും തന്നെ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നില്ല. റിയാലിറ്റി തിരിച്ചറിയാനോ അതിന് പ്രാക്ടിക്കലാക്കാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അതേസമയത്ത് ഹാപ്പി ലോമൻ ഹാസ് അണ്ടർഗോൺ എ കൈൻഡ് ഓഫ് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി പ്ലേ ആൻഡ് ഹി ബിക്കംസ് എ ബിറ്റ് മോർ പ്രാഗ്മാറ്റിക്. ഓക്കെ, ഹി നോസ് ദാറ്റ്
ഹിസ് ഫാദർ ഈസ് ഡിസ്ലോയൽ ടു ഹിസ് മദർ. ഞാൻ നേരത്തെ പറഞ്ഞു ലിൻഡ ലോമൻ മാത്രമാണ് ധാർമ്മികമായിട്ടൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കഥാപാത്രം ഈ ഒരു ഹൗസ് ഹോൾഡിൽ, ഈ ഒരു വീട്ടിലെ കഥാപാത്രങ്ങളിൽ. അച്ഛൻ്റെ ധാർമ്മിക വീഴ്ചകളെപ്പറ്റി ബിഫ്ലോമനും നന്നായിട്ടറിയാം. അത് ബിഫ്ലോമൻ എന്ന് പറയുന്ന മകനെ തന്നെ മാനസികമായിട്ട് വല്ലാതെ ബാധിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട്. ഹാപ്പി ലോമൻ, 32 years old. He is the younger son, well built, okay, physically well built. He works in a department store. He has his own apartment. He is actually only an assistant, but he thinks he is superior to his seniors. ഒരു അസിസ്റ്റൻറ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സിനേക്കാളും ഒരു അതോറിറ്റേറ്റീവായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. He shares his father's idea that only physical strength and charm matters. ഓക്കെ, നല്ല സ്മാർട്ടായിട്ട് നല്ല ചുള്ളനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആര്? ഹാപ്പി ലോമൻ. പക്ഷേ ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ യുവർ ഫിസിക്കൽ അപ്പിയറൻസ് ഡസ് നോട്ട് കൗണ്ട്. ഇറ്റ്സ് ഓൺലി യുവർ ഹാർഡ് വർക്ക് ആൻഡ് യുവർ പ്രാക്ടിക്കൽ തിങ്കിങ് ദാറ്റ് മാറ്റേഴ്സ്. ബട്ട് അവർ ഹാപ്പി ലോമൻ miserably fails to realize that reality. Another character is ചാർലി. അപ്പോൾ വില്ലി ലോമൻ്റെ വീട്ടിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? വില്ലി ലോമൻ, ഭാര്യ ലിൻഡ ലോമൻ, മൂത്ത മോൻ ബിഫ് ലോമൻ, ഇളയ മോൻ ഹാപ്പി ലോമൻ. നൗ ദർ കംസ് അനദർ ക്യാരക്ടേഴ്സ്. ഓക്കെ, ആ വീട്ടിലെ ക്യാരക്ടേഴ്സ് ഈ 4 പേരാണത് കഴിഞ്ഞു. നൗ ദർ നൈബർ ചാർലി. ചാർലി ഈസ് ദ ലൈഫ് ലോങ് acquaintance of the Lomans. Okay, the Loman family. Charlie is the epitome of success and reason. നമ്മൾ വില്ലി ലോമൻ പരാജയത്തിൻ്റെ ഒരു എപ്പിറ്റമായി മാറുമ്പോൾ സക്സസിൻ്റെ എപ്പിറ്റമായിട്ട് നമുക്ക് ഡ്രാമയിലെടുത്ത് കാണിക്കാവുന്ന കഥാപാത്രമാണ് ചാർലി. ചാർലി ലോൺഡ് മണി ടു വില്ലി എവ്രി മന്ത്, $50 per week. ഓരോ ആഴ്ചയിലും $50 വീതം വില്ലി ലോമന് ലോൺ കൊടുത്തിരുന്ന ആളാണ് ചാർലി. ചാർലി ഓഫേഴ്സ് ജോബ് ടു വില്ലി ബട്ട് വില്ലി ഡിക്ലൈൻഡ്. അദ്ദേഹത്തിൻ്റെ ഈഗോ കാരണമാണ്. അതായത് ചാർലി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ കൊടുക്കുന്ന ജോലി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വില്ലിക്ക് ഒരു കുറച്ചിലായിട്ട് തോന്നുന്നു. അദ്ദേഹം ആ ഈഗോ കോംപ്ലക്സ് കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ജോലി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചാർലി ഈസ് എ തെരീസിയാസ് ലൈക്ക് ക്യാരക്ടർ ഇൻ ദ പ്ലേ. Can you guess why Charlie is described as a Tiresias-like character? കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒന്ന് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു പ്രവചന ശക്തിയുള്ള ഒരു കഥാപാത്രം കൂടിയാണ് ആര്? ചാർലി. ചാർലി ഏകദേശം കണക്ക് കൂട്ടുന്നുണ്ട്. വാട്ട് വിൽ ബി ദ എൻഡിങ് ഓഫ് വില്ലി ലോമൻ? ദ സെയിം ഹാപ്പൻസ്. നെക്സ്റ്റ് ക്യാരക്ടർ ബെർണാഡ് ചാർലി. ചാർലിയുടെ മകനാണ്. ചാർലീസ് സൺ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഓഫ് ബിഫ്. ബിഫ്സ് ഫോയിൽ. വാട്ട് ഈസ് എ ഫോയിൽ ക്യാരക്ടർ? ഒരു കഥാപാത്രത്തിൻ്റെ വീഴ്ചകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മറ്റൊരു കഥാപാത്രത്തെ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും. സച്ച് ക്യാരക്ടേഴ്സ് ആർ നോൺ ആസ് ഫോയിൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പം ബിഫ് ലോമൻ ഒരു അൺസക്സസ്ഫുൾ സൺ ആണെങ്കിൽ ബെർണാഡ് ഇസ് എ സക്സസ്ഫുൾ സൺ. ഓക്കെ, സോ that is how he becomes a foil character to Biff. Bernard is a successful lawyer and he is an epitome of success and practical mindset. ആരെപ്പോലെ? അദ്ദേഹത്തിൻ്റെ ഫാദറിനെ പോലെ തന്നെ അദ്ദേഹം എന്താണ്? he is also an epitome of success and practical mindset. Ben, Willie's brother. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഡ്രാമക്കകത്ത് ഫിസിക്കലി ആബ്സെൻ്റ് ആയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ബെൻ. ബെന്നിനെക്കുറിച്ച് എപ്പോഴും വില്ലി ലോമൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ അദ്ദേഹം ബെൻ എന്ന് പറയുന്ന സഹോദരനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബെൻ ഹാസ് ഗോൺ ഫോർ എവർ. ഓക്കെ, ബെൻ ഇസ് നോട്ട് ഫിസിക്കലി പ്രസൻറ്റ് ദെയർ ഇൻ ദ പ്ലേ. അതോർത്ത് നോക്കി, ചിലപ്പോൾ അങ്ങനെ ചോദിച്ചേക്കാം. സോ ബെൻ ഇസ് വില്ലീസ് ബ്രദർ. Ben left home at 17 looking for his father in Alaska but ended up in Africa. അപ്പം ഫാദറിനെയും അന്വേഷിച്ചുകൊണ്ട് അലാസ്കയിലേക്ക് പോയതായിരുന്നു ബെൻ, പക്ഷേ എത്തിപ്പെട്ടത് ആഫ്രിക്കയിലാണ്. പക്ഷേ he became successful because he got a lot of diamonds.
Willie's foil character. Okay, Ben is Willie's foil character because Willie is an unsuccessful brother, unsuccessful husband, unsuccessful father. Okay, അതേസമയം Ben is a successful person. Ben has been dead for some 9 months. അപ്പോൾ ഈ ഡ്രാമ നടക്കുന്ന സമയത്ത് ബെൻ മരിച്ചിട്ട് ഏകദേശം 9 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഡ്രാമയുടെ ഈ സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ, ഒരിക്കലും ഫിസിക്കലി അപ്പിയർ ചെയ്യുന്നില്ല ബെൻ എന്നുള്ള കഥാപാത്രം. വില്ലി ലോമൻ്റെ ഇമാജിനേഷനിൽ മാത്രമാണ് എന്താ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനല്ല, വില്ലി ലോമൻ്റെ ബ്രദറായിട്ടുള്ള ബെൻ അപ്പിയർ ചെയ്യുന്നത്. ഹി അപ്പിയേഴ്സ് ഓൺലി ഇൻ വില്ലീസ് ഡേ ഡ്രീംസ്. അനദർ ക്യാരക്ടർ ഹൊവാർഡ് വാഗ്നർ. അപ്പോൾ ഓർക്കുക, വാഗ്നർ ഫേമിന് വേണ്ടിയിട്ടാണ് വില്ലി ലോമൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു കഥാപാത്രമാണ് ആര്? ഹൊവാർഡ് വാഗ്നർ. ഹി ഈസ് 36. He is the son of Frank Wagner, former owner of Wagner Company. ഇപ്പോൾ വില്ലി ലോമൻ വർക്ക് ചെയ്യുന്ന വാഗ്നർ കമ്പനിയുടെ ഫോർമർ ഓണറായിരുന്നു. നേരത്തെ ഓണറായിരുന്ന ആരായിരുന്നു? ഫ്രാങ്ക് വാഗ്നർ ആയിരുന്നു. അയാളുടെ മകനാണ് ആര്? ഹൊവാർഡ് വാഗ്നർ. ഹി ഈസ് എ ഫോയിൽ ടു വില്ലി. അപ്പോൾ വില്ലിയോട് ഒരുപാട് ക്യാരക്ടേഴ്സ് എന്തുണ്ട്? ഫോയിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. കാരണം വില്ലി ഒരു പരാജയത്തിൻ്റെ പ്രതീകമാവുമ്പോൾ വിജയത്തിൻ്റെയും പ്രാക്ടിക്കൽ നോളജിൻ്റെയും പ്രാക്ടിക്കൽ ഒരു മൈൻഡ് സെറ്റിൻ്റെയും ഒരു പ്രതിനിധാനങ്ങളായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ചാർലിയുടെ മകൻ, ഹൊവാർഡ് വാഗ്നർ, ഇവരൊക്കെ ഫോയിൽ ക്യാരക്ടേഴ്സാണ്. ഹൊവാർഡ് വാഗ്നർ ഫോക്കസസ് ഓൺ ഫ്യൂച്ചർ, നോട്ട് പാസ്റ്റ്. അതേസമയത്ത് വില്ലി ഈസ് ലിവിങ് ഇൻ ദ പാസ്റ്റ്. ഇനി ചില വളരെ മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മിസ് ഫ്രാൻസിസ്, എ വുമൺ ഇൻ ബോസ്റ്റൺ വില്ലി ഹാസ് ആൻ അഫെയർ വിത്ത്. ഞാൻ പറഞ്ഞു, വില്ലി ഒരു മോറലി വീക്ക് ആയിട്ടുള്ള കഥാപാത്രമാണ്. അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. അങ്ങനെ ബന്ധം കീപ്പ് ചെയ്യുന്നൊരു സ്ത്രീയാണ് ആര്? മിസ് ഫ്രാൻസിസ്. ലെറ്റ ആൻഡ് മിസ് ഫോർസിത്ത്, 2 girls ദാറ്റ് ഹാപ്പി പിക്സ് അപ്പ് ഇൻ എ റെസ്റ്റോറൻറ്റ്. അങ്ങനെ വില്ലി ലോമൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും സ്ത്രീകളൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഹാപ്പി അവൻ്റെ കൂടെ കൂട്ടുന്ന 2 പെൺകുട്ടികളുടെ പേരാണ്. ഒന്ന് ലെറ്റ, മറ്റൊന്ന് മിസ് ഫോർസിത്ത്. അനദർ ക്യാരക്ടർ ഡേവ് സിംഗിൾട്ടൺ, ഫോർമർ സക്സസ്ഫുൾ സെയിൽസ്മാൻ. ഈ ഡേവ് സിംഗിൾട്ടൺ എന്നുള്ള സക്സസ്ഫുൾ സെയിൽസ്മാനാണ് നമ്മുടെ വില്ലി ലോമനെ ഈ സെയിൽസ്മാൻ എന്നുള്ള ജോലിയിലേക്ക് വല്ലാതെ ഇൻസ്പയർ ചെയ്തത്. ആ ജോലി ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരു കഥാപാത്രമായിരുന്നു ഡേവ് സിംഗിൾട്ടൺ. ഹി വാസ് എ സക്സസ്ഫുൾ സെയിൽസ്മാൻ. പക്ഷേ നമ്മുടെ വില്ലി ആ ജോലി ഏറ്റെടുത്തെങ്കിൽ പോലും ഹി ഡിഡ് നോട്ട് ബിക്കം എ സക്സസ്ഫുൾ സെയിൽസ്മാൻ. ഡേവ് സിംഗിൾട്ടൺ ഇൻസ്പയർഡ് വില്ലി. ദെൻ ബിൽ ഒലിവർ. Bill Oliver is a man for whom Biff had worked in the past. Happy and Biff approach him for financial aid to start a new venture in New York and requests a loan of $10,000. അപ്പോൾ ബിഫ് മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയായിരുന്നു ബിൽ ഒലിവർ. പിന്നീട് ആ കമ്പനി അവനെന്തോ ഒരു സാധനം മോഷ്ടിച്ച് അത് പ്രശ്നമായതുകൊണ്ട് ഇത് ആ ജോലി അവന് മിസ്സായി. അത് പിടിക്കപ്പെട്ടാലും എന്ത് ചെയ്യും, അവന് ജോലിയിൽ നിന്ന് ഫയർ ചെയ്യപ്പെടുമായിരുന്നു. അതിന് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യുന്ന ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് നൗ both the brothers Biff and Happy, they are planning to start a new venture, a new business. അതിന് പൈസ ഇല്ല. So he is Biff and Happy, they are going to meet Bill Oliver and request him a loan of $10,000. പക്ഷെ അത് കിട്ടുന്നൊന്നുമില്ല. നമുക്ക് പ്ലോട്ട് പറയുമ്പം ഡിസ്ക്രൈബ് ചെയ്യാം. Another character, Jenny. Jenny is Charlie's office secretary. Now, setting of the play, modern setting ആണ്. കാരണം എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു ടെക്നീക്ക്, അതൊരു മോഡേൺ തിയേറ്ററിക്കൽ ടെക്നീക്കാണ്. ആർതർ മില്ലർ ഒരു പ്രധാനപ്പെട്ട എക്സ്പ്രഷനിസ്റ്റ് പ്ലേ റൈറ്റ് ആയിരുന്നു. ഓക്കെ, സോ ഇൻ മോസ്റ്റ് ഓഫ് ഹിസ് പ്ലേസ് the technique is expressionism. Okay, in some plays we can see a blending of both realism and expressionism. So the modern setting is given, fluctuating between 1942 and 1928. അപ്പോൾ ഈ പ്ലേക്കകത്ത് പാസ്റ്റും പ്രസൻറ്റും അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ടെക്നിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ 1920s നമ്മൾ പോകുന്നു. പ്രസൻറ്റ് കാണിക്കുന്ന സീനുകളിലോ 1942 ആണ് ടൈം.
യോങ്കേഴ്സ് അതാണ് ഒരു സ്ഥലം. ന്യൂയോർക്ക്. ഓക്കെ, ന്യൂയോർക്കിലെ യോങ്കേഴ്സാണ് ഒരു സെറ്റിംഗ്. പാസ്റ്റിലേക്ക് പോകുമ്പോൾ ന്യൂ ഇംഗ്ലണ്ട്, കാരണം ന്യൂ ഇംഗ്ലണ്ടിലായിരുന്നു നമ്മുടെ വില്ലി ലോമൻ ട്രാവലിംഗ് സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. സെറ്റ് ഇൻ ദ 20th century ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് മോഡേൺ സൊസൈറ്റി, ഇക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1930s അതും ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് അതൊരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് സാധാരണ നമ്മളൊരു ഡ്രാമയിലോ നോവലിലോ ഒക്കെ തന്നെ കഥാപാത്രവുമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ ആരാണോ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകൾക്കൊക്കെ കാരണമാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആണ് ആ പ്ലോട്ടിൽ ഉൾപ്പെടുത്തുള്ളൂ. എന്നാൽ ഇൻ ദ കേസ് ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇവിടെ ഈ കഥാപാത്രങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളെയും അതുപോലെ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കാനാണ് ഡ്രാമറ്റിസ്റ്റ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഒഴുക്കാണ്. ആ കോൺഷ്യസ്നെസ്സിലൂടെ എന്തൊക്കെ കടന്നു പോകുന്നു, അതിൻ്റെ മെമ്മറിയിലൂടെ ഓർമ്മയിലൂടെ എന്തൊക്കെ കടന്നു പോകുന്നു, അതൊക്കെ ഒരു സ്ട്രീം പോലെ. ഓക്കെ, വിത്തൗട്ട് മച്ച് എഡിറ്റിംഗ് പ്രോസസ് ദ ഹോൾ തോട്ട് പ്രോസസ്സസ് ഓഫ് ദി സെൻട്രൽ ക്യാരക്ടർ ആർ പോർട്രേഡ് ഇൻ ദ പ്ലേ. ദാറ്റ് ഈസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. നമ്മുടെ വിർജിനിയ വൂൾഫ്, വില്യം ഫോക്നർ, ജെയിംസ് ജോയ്സ് പോലെയുള്ള എഴുത്തുകാരൊക്കെ വളരെയധികം പോപ്പുലറൈസ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് കാണിച്ച ഒരു ടെക്നിക്കും കൂടിയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. സെറ്റിംഗ് ഓഫ് കോമൺ മാൻ ഓഫ് ദി ടൈം. ആ ഒരു 1940s കോമൺ മാൻ്റെ ലൈഫ് എന്തായിരുന്നു, ഒരു കോമൺ മാൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവോ ആ ഒരു സെറ്റിംഗാണ് ഈ പ്ലേക്കകത്തും ആർതർ മില്ലർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ലോമൻ ഹോം ഇൻ ബ്രൂക്ലിൻ. വില്ലി ലോമൻ്റെ ഫാമിലി താമസിക്കുന്ന വീട് ബ്രൂക്ലിനിലാണ്. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ഈ സ്ഥലങ്ങളൊക്കെ വീണ്ടും സെറ്റിംഗ് ആയിട്ട് പല സീനുകളിലും വരുന്നുണ്ട്. ഹോട്ടൽ റൂംസ്, വില്ലീസ് ഓഫീസ്, റെസ്റ്റോറൻറ്റ്, വില്ലീസ് ഗ്രേവ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി പ്ലേ വില്ലി കമ്മിറ്റ് സൂയിസൈഡ്. അങ്ങനെ വില്ലിയുടെ ഗ്രേവും ഒരു സെറ്റിംഗ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഓക്കെ, ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് 3 പാർട്ടുകളായിട്ടാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് നോട്ട് ഓൺ ദി ഓദർ, ദെൻ ദ മേജർ ക്യാരക്ടേഴ്സ്, ദെൻ ദ സെറ്റിംഗ്. Okay, that is the first part. Second part, Act 1. Third part, Act 2 and Requiem plus major questions. Okay, so I have divided the notes on A Death of a Salesman into 3 parts. So the first part is over.